റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നവകേരള യാത്രക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ പ്രതിഷേധക്കാരെ മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ADGP MR അജിത് കുമാർ ശ്രമിച്ചുവെന്ന് റിപ്പോർട്ട്. കേസ് ഡയറി തിരുത്താൻ അജിത് കുമാർ ആലപ്പുഴ ഡിവൈഎസ്പിക്ക് നിർദ്ദേശം നൽകിയെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. SITയുടെ പ്രാഥമിക റിപ്പോർട്ടിലെ വിവരങ്ങൾ റിപ്പോർട്ടറിന്. കേസിൽ പരാതിക്കാരിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയാണ്. 2024 ഓഗസ്റ്റ് മാസം അന്നത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ അന്വേഷണ റിപ്പോർട്ട് തിരുത്തിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുനിൽ രാജിനായിരുന്നു അന്വേഷണ ചുമതല. പേരൂർക്കടയിലെ ADGP ഓഫീസിലേക്ക് 3 തവണ രഹസ്യമായി വിളിച്ചു വരുത്തി. നിയമവിരുദ്ധമായി ഫയലുകൾ തിരുത്തി. ഡിവൈഎസ്പി സുനിൽ രാജും ഇത് ശരിവെക്കുന്ന മൊഴിയാണ് SITക്ക് പ്രാഥമികമായി നൽകിയത്. ഗൺമാൻമാരുടെ മർദ്ദനം ചട്ടവിരുദ്ധവും ക്രിമിനൽ കുറ്റവുമാണെന്ന റിപ്പോർട്ട് അപ്പാടെ തിരുത്തി. മർദ്ദന ദൃശ്യങ്ങൾ പോലീസ് കണ്ടിട്ടില്ലെന്ന കള്ളവാദം ഔദ്യോഗിക റിപ്പോർട്ടിൽ തിരികെ കയറ്റി. മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് വീഴ്ച വരാതിരിക്കാനുള്ള ഇടപെടൽ മാത്രമാണ് നടത്തിയതെന്നും കേസ് തള്ളിക്കളയണമെന്നും അന്വേഷണ സംഘത്തെ കൊണ്ട് കോടതിയിൽ റഫർ റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നു. കേസ് അട്ടിമറിച്ചതിന്റെ തെളിവുകൾ സഹിതം പുതിയ അന്വേഷണ റിപ്പോർട്ട് SIT ആഭ്യന്തര വകുപ്പിന് ഉടൻ നൽകും. കേസ് അട്ടിമറിക്കാൻ ഇടപെട്ട മുൻ ADGPക്കെതിരെയും നടപടി വേണമെന്ന് പരാതിക്കാരായ AD തോമസും അജയ് ജുവൽ കുര്യാക്കോസും. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട് അത് വിളിച്ചു വരുത്തി ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അത് തിരുത്താൻ നിർബന്ധിക്കുകയും അത് തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇടപെടൽ നടത്തിയത് MR അജിത് കുമാർ ആണെന്ന് ഞാനും ഈ വാർത്തയിൽ വരുമ്പോഴാണ് ദിവസം പറയുമ്പോഴാണ് ഞങ്ങൾ പറയുന്നത്. 113 അതായത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്തതാണ് എന്ന് തിരുത്തണമെന്നാണ് ഈ പറയുന്ന ADGP ആവശ്യപ്പെട്ടതെന്ന് അറിയാൻ സാധിച്ചത്. ഇരുവരുടെയും മൊഴി SIT രേഖപ്പെടുത്തി. മുൻ ആലപ്പുഴ SP ചൈത്ര തെരേസ ജോൺ നൽകിയ റിപ്പോർട്ടും അന്നത്തെ ആഭ്യന്തര വകുപ്പ് പൂഴ്ത്തിയതായി SIT കണ്ടെത്തിയിരുന്നു. കേസ് അട്ടിമറിക്കാൻ നടത്തിയ ഗൂഢാലോചനയിൽ പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്യാൻ SIT നിയമ ഉപദേശം തേടിയേക്കും. മനീഷ് മഹിബാൽ, റിപ്പോർട്ടർ, ആലപ്പുഴ.